1,72,00,000 രൂപ വാങ്ങിയതിന് മതിയായ തെളിവുണ്ട്. വാങ്ങിയതിനും തെളിവുണ്ട്, കൊടുത്തതിനും തെളിവുണ്ട്. ഇനി മതിയായ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ അതുപോലുള്ള IPC വെച്ചിട്ടുള്ള കേസ് എടുക്കാൻ പറ്റൂ. വേറൊന്നും അതിലെടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, സേവനം കൊടുത്തിട്ടുള്ള ആൾ ഞങ്ങൾ സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ സേവനം കൊടുത്തിട്ടില്ല എന്ന് പറയാനോ ഇതുവരെ ഒരു വേദിയിലും അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ 68 കോടി രൂപ ഒരു രേഖയുമില്ലാതെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങിയെന്ന് പുറത്തു വന്നിട്ടുണ്ട് CMRൽ നിന്ന്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട്, മാധ്യമക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അമ്പല കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കിതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല. ഇനി നല്ല രംഗങ്ങളായിരിക്കും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് നിഷ്പക്ഷമായി നടത്തിയാലുണ്ടാകുക. കാരണം 68 കോടി രൂപ കൊടുത്തതിന് തെളിവുണ്ടല്ലോ. കമ്പനി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് തെളിവുണ്ടല്ലോ. ആ കാശ് എവിടെയാണത്? ഏത് ഇലക്ഷൻ കമ്മിറ്റീൻ്റെ മുമ്പാകെ ഏത് ഇലക്ഷൻ കമ്മിറ്റിക്കാണ് കൊടുത്തത്? ഏത് പാർട്ടിക്കാണ് കൊടുത്തത്? ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇത് എന്തായാലും SFIO അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ. ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു. ആൾറെഡി ഒരു വിധി ഉണ്ടായി, ഇപ്പം രണ്ടാമത് വിധിയും വന്നു. ഇനി ഏത് കേസുമായിട്ട് ഇവർ നടന്നോട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇത് ഉള്ളി പൊളിച്ചതുപോലെ ആയിരിക്കും, ലാവിലും പോലെയായിരിക്കും. ലാവിലിൻ്റെ കേസ് എന്തായിരുന്നു ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വിജിലൻസ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് വിജിലൻസ് പറഞ്ഞു പിണറായിക്കെതിരായി കേസെടുക്കേണ്ടതില്ല. അതിനെതിരായി ക്യാബിനറ്റ് ചേർന്ന് CBIക്ക് വിട്ടു. CBI പറഞ്ഞു ഞങ്ങളിത് ഏറ്റെടുക്കേണ്ടതില്ല, വിജിലൻസ് പറഞ്ഞതാണ് ശരി. അതിനുശേഷം കുറേ നാടകങ്ങൾ കളിച്ചു ഇവർ. അങ്ങനെയാണ് ഒരു പ്രൈവറ്റ് അന്യായം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത് CBIക്ക് വിട്ടത്. CBI കുറ്റപത്രം തയ്യാറാക്കി ട്രയൽ കോർട്ട് കൊടുത്തു. CBI സെഷൻസ് കോടതി പിണറായി വിജയനെ എക്സോണറേറ്റ് ചെയ്തു. അതിനെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതിയും പിണറായി വിജയനെ എക്സോണറേറ്റ് ചെയ്തു. പിന്നെ സുപ്രീം കോടതിയിൽ 34-35 പ്രാവശ്യം മാറ്റി. എന്തിനാണ് മാറ്റിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് മാറ്റിയത്? അതിലും പറഞ്ഞെന്താ? BJPയും കേന്ദ്ര ഏജൻസിയും പിണറായി വിജയനും യോജിച്ചിട്ട് നടത്തിയെന്നല്ലേ പറഞ്ഞത്? കള്ളപ്രചരണം നടത്തിയില്ലേ? ഇത് ഉള്ളി പൊളിച്ചതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയുടെ മുമ്പാകെയും ലാവിലിനും നിൽക്കാൻ പോകുന്നില്ല. എല്ലാ കോടതികളും തള്ളിയത്. എന്നിട്ടും അഴിമതിക്കാരനാണെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു നടക്കുക. എന്നിട്ടിപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ മാത്യു കുഴൽനാടൻ അഴിമതിയാണെന്ന് പറയുക. 2 കോടതിൻ്റെ ഉത്തരവ് വന്നു. എന്നിട്ടും ഇത് ഇനി വീണ്ടും പറഞ്ഞു നടക്കലാണോ ഉദ്ദേശിക്കുന്നത്? ഈ കേരളത്തിലെ ജനത ഇത് തിരിച്ചറിയും. ഐക്യജനാധിപത്യ മുന്നണിയിലെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാരും നേതൃത്വവും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന് വലിയ വില അവർ കൊടുക്കേണ്ടി വരും. അതാണ് ഇനി കാണാൻ പോകുന്നത്. അത് അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് നല്ലത്. മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട്? വേറെ എന്തൊക്കെ വഴിയുണ്ട്? ഇത് നിയമസഭയിൽ ചർച്ച വന്ന സമയത്ത് UDF സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്കറിയാം ഇത് അപകടമാണെന്ന്. ആ അപകടം മണത്തറിഞ്ഞിട്ടാണ് അവർ മാത്യു കുഴൽനാടന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത്. ഇനി അതിൻ്റെ ഫലം അവർ അനുഭവിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. മാത്യു കുഴൽനാടൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം. എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ്? എത്ര വിഷമതിയാണത് ആ കുടുംബത്തിനുണ്ടാകുക? തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക. ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക, അതിന് അക്കോടതി അല്ലെങ്കിൽ വേറെ കോടതി കൊടുക്കുക. എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇതൊക്കെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, മുഖ്യമന്ത്രിന് മറുപടി പറയേണ്ടതില്ല, മറുപടി പറയുന്നില്ല, മനസ്സില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട്. വിദേശയാത്ര എടുത്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം?
ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ വിദേശയാത്ര? സ്വകാര്യ യാത്ര അദ്ദേഹം നടത്തിയിട്ടില്ലേ ഉമ്മൻചാണ്ടി? KC ജോസഫ് നടത്തിയിട്ടില്ലേ? ആര്യാടൻ നടത്തിയിട്ടില്ലേ? ആരാ നടത്താത്തത്? കേരളം കണ്ട ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരാണ്. അതിൻ്റെ കണക്കെൻ്റെ കയ്യിലുണ്ട്. അടൂർ പ്രകാശ് എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്? അതിനെ ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്? 26 പ്രാവശ്യം. അറിയുക. അതിലിടക്ക് ഒരു കുടുംബത്തെ കാണാൻ ഒരു സ്വകാര്യ യാത്ര, അതാണോ വലിയ പ്രശ്നം? ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കള്ളക്കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടന്നോളൂ നിങ്ങൾ. അതിനെ പറ്റിയിട്ടും നിങ്ങൾ വേറണ്ട കേട്ടോ. പാർട്ടീൻ്റെ സമ്മതി ഇല്ലാണ്ട് പിണറായി വിജയൻ പോയി കഴിഞ്ഞു എന്തോ ഒരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക്. അതിനെ പറ്റിയിട്ടൊന്നും ദുഃഖിക്കണ്ടെന്ന്. അതിനെ പറ്റിയിട്ടോ നിങ്ങൾ വേറാണ്. ഓക്കെ.